വെൽക്കം ടു സിനിമോസഫി. ഡൽഹിയിൽ സെറ്റിലായതുകൊണ്ട് ഫെസ്റ്റിവൽ പ്രീമിയറും തിയേറ്റർ റിലീസും മിസ്സായ സിനിമയാണ് ഫെമിനിച്ചി ഫാത്തിമ. കൂട്ടുകാരൊക്കെ കണ്ട് നല്ല അഭിപ്രായം പറഞ്ഞപ്പോൾ മുതൽ OTT റിലീസിന് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. ഇന്നലെ മനോരമ മാക്സിൽ ഫെമിനിച്ചി ഫാത്തിമ കണ്ടു. വളരെ ലളിതമായ ഇവന്റ്സിലൂടെ കനമുള്ള പൊളിറ്റിക്സ് സംസാരിക്കുന്ന സിനിമയാണ് ഫെമിനിച്ചി ഫാത്തിമ. ചെറിയ റോളിൽ വന്നു പോകുന്ന ആർട്ടിസ്റ്റുകൾ വരെ മികച്ച പ്രകടനമാണ് നടത്തിയിട്ടുള്ളത്. മലപ്പുറത്തുള്ളൊരു തീരദേശ ഗ്രാമത്തിൽ ക്യാമറ വെച്ചൊരു ഫീലായിരുന്നു. അത്രയും സ്വാഭാവികമായി എല്ലാവരും പെർഫോം ചെയ്തിട്ടുണ്ട്. സിനിമയുടെ ഗിമ്മിക്കുകളൊന്നുമില്ലാതെ മിനിമൽ ലൈറ്റിംഗിലും ലൊക്കേഷനിലും നിർമ്മിച്ചത് ഫെമിനിച്ചി ഫാത്തിമയ്ക്ക് എന്തുകൊണ്ടും ഗുണം മാത്രമാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഫാസിൽ മുഹമ്മദ് രചനയും സംവിധാനവും നിർവഹിച്ച ഫെമിനിച്ചി ഫാത്തിമ എന്ന സിനിമയെക്കുറിച്ചാണ്. അനാലിസിസ് ആയതുകൊണ്ട് തന്നെ സിനിമയുടെ എല്ലാ വശങ്ങളും പറയേണ്ടി വരും. വീഡിയോ ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ ആസ്വാദനത്തെ ബാധിക്കുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും സിനിമ കണ്ടതിനു ശേഷം മാത്രം വീഡിയോ തുടർന്ന് കാണുക. അപ്പോൾ ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ എല്ലാം വീട്ടിൽ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യമാണ് കുട്ടികൾ കിടക്കയിൽ മൂത്രമൊഴിക്കുക എന്നത്. ആ ഒരു ത്രെഡിൽ നിന്നാണ് ഫാസിൽ മുഹമ്മദ് ഇത്രയും മനോഹരമായൊരു സിനിമ ബിൽഡ് ചെയ്തിട്ടുള്ളത്. എഴുത്തിലെ ആ മിടുക്കിന് തന്നെയാണ് ഫാസിൽ മുഹമ്മദിന് ആദ്യ കൈയ്യടി നൽകേണ്ടത്. ചെറിയ ത്രെഡിൽ നിന്ന് തുടങ്ങുന്ന സിനിമ സാധാരണ വഴികളിൽ കൂടി തന്നെയാണ് സഞ്ചരിക്കുന്നത്. പക്ഷേ ആ സാധാരണത്വം ഇന്നത്തെ കാലത്ത് അസാധാരണം തന്നെയാണെന്നാണ് സിനിമ നമ്മളോട് പറയുന്നത്. വീടുകളിൽ സ്ത്രീകൾ എത്രത്തോളം കഷ്ടതകൾ അനുഭവിക്കുന്നുണ്ടെന്ന് ഇതിനു മുൻപ് നമുക്ക് കാണിച്ചു തന്ന സിനിമ 2021 ഇറങ്ങിയ ജിയോ ബേബിയുടെ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ ആയിരുന്നു. ആ സിനിമയുടെ തുടർച്ചയോ അല്ലെങ്കിൽ ഒരു മുസ്ലിം വേർഷനോ ആണ് ഫെമിനിച്ചി ഫാത്തിമ. ഒരേ റിതമാണ് രണ്ട് സിനിമകൾക്കും. ഫെമിനിച്ചി ഫാത്തിമ കുറച്ചും കൂടെ തമാശയിൽ ശ്രദ്ധിച്ചപ്പോൾ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ സീരിയസ് ആയി തന്നെയാണ് കഥ പറഞ്ഞത്. രണ്ട് സിനിമകളിലും പറയുന്ന കാര്യങ്ങളും പ്രതിസ്ഥാനത്ത് നിർത്തുന്ന ഏജൻസികളും ഒന്നു തന്നെയാണ്. പുരുഷാധിപത്യം വാഴുന്ന വീടിനകം എങ്ങനെയായിരിക്കുമെന്നാണ് ഫെമിനിച്ചി ഫാത്തിമ നമുക്ക് കാണിച്ചു തരുന്നത്. പുരുഷാധിപത്യം എന്ന് പറയുമ്പോൾ അത് വേറെന്തോ സാധനമാണെന്നാണ് നമ്മളിൽ പലരും വിചാരിക്കാറുള്ളത്. ഞാൻ അങ്ങനെയൊന്നുമല്ലെന്ന് പറഞ്ഞൊഴിയുന്നവരെയും കണ്ടിട്ടുണ്ട്. എന്നാൽ പതിറ്റാണ്ടുകളോ നൂറ്റാണ്ടുകളോ ആയി പാർട്ടിയാർക്കിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന സമൂഹമാണ് നമ്മുടേത്. അതിൽ നിന്ന് പുറത്തു കടക്കൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. പതിയെ കാര്യങ്ങളെ അൺലൈൻ ചെയ്യാനേ നമുക്ക് കഴിയുകയുള്ളൂ. സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്ന അധികം ആളുകളും പാർട്ടിയാർക്കിയുടെ ഇര തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇടപഴകുന്ന വീട്, ജോലിസ്ഥലം, പൊതുയിടം തുടങ്ങിയ എല്ലാ സ്ഥലത്തും പ്രത്യക്ഷമായോ പരോക്ഷമായോ പുരുഷാധിപത്യം നിലനിൽക്കുന്നുണ്ട്. ആ റിയാലിറ്റിയിലേക്ക് തിരിച്ചുവെച്ച കണ്ണാടിയാണ് ഫെമിനിച്ചി ഫാത്തിമ. ഞാൻ ഇങ്ങനെയാണോ എന്റെ സഹജീവിയോട് പെരുമാറുന്നത് എന്ന് നമ്മെ തന്നെ ചിന്തിപ്പിക്കാൻ ഉതകുന്ന സിനിമയാണ് ഫെമിനിച്ചി ഫാത്തിമ. സ്ത്രീ ആയാലും പുരുഷനായാലും സിനിമ കണ്ടു കഴിയുമ്പോൾ ഞാൻ ഇങ്ങനെയാണോ എന്ന് അവനവനോട് തന്നെ ചോദിച്ചു നോക്കണം. മറ്റൊരാളെ വിളിച്ചു വരുത്തി ഫാൻ ഇടിപ്പിക്കാറുണ്ടോ? കഴിച്ച പ്ലേറ്റ് ടേബിളിൽ തന്നെ വെച്ച് എണീറ്റ് പോകാറുണ്ടോ? ചെരുപ്പ് മറ്റൊരാളെ കൊണ്ട് എടുപ്പിക്കാറുണ്ടോ? തുടങ്ങി ഡെയിലി ലൈഫിൽ നടക്കുന്ന നിരവധി കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ നമ്മോട് തന്നെ ചോദിക്കണം. പുരുഷനായാലും സ്ത്രീ ആയാലും മറ്റൊരാളെ കൊണ്ട് ഇതിനെല്ലാം കണ്ടീഷൻ ചെയ്യിപ്പിക്കുക എന്നത് തന്നെയാണ് പാർട്ടിയാർക്കി. അതിനെതിരെയാണ് സിനിമ സംസാരിക്കുന്നത്. കാലങ്ങളായി കണ്ടീഷൻ ചെയ്യപ്പെട്ട സാധാരണ സംഭവങ്ങളെ അൺലൈൻ ചെയ്യാൻ പഠിപ്പിക്കുന്ന സിനിമയാണ് ഫെമിനിച്ചി ഫാത്തിമ. ഒരുപാട് ഒച്ചപ്പാടുകളില്ലാതെ നിശബ്ദമായി എങ്ങനെ വിപ്ലവമായി മാറാം എന്നതിന് ഉദാഹരണമാണ് ഈ സിനിമ. ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിൽ ഉള്ളതുപോലെ ലൗഡായിട്ടുള്ളൊരു പ്രശ്നപരിഹാരമല്ല ഫെമിനിച്ചി ഫാത്തിമ മുന്നോട്ട് വെക്കുന്നത്. വളരെ നിശബ്ദമായ എന്നാൽ എല്ലാവർക്കും മനസ്സിലാകുന്ന തരത്തിലുള്ള പ്രശ്നപരിഹാരമാണ് സിനിമ മുന്നോട്ട് വെക്കുന്നത്. പ്രധാനമായും 3 ഫെമിനിസ്റ്റ് തിയറികളാണ് ഉള്ളത്. ലിബറൽ ഫെമിനിസം, റാഡിക്കൽ ഫെമിനിസം, സോഷ്യലിസ്റ്റ് ഫെമിനിസം. നിലനിൽക്കുന്ന രാഷ്ട്രീയ സാമൂഹികാവസ്ഥയിലുള്ള മാറ്റത്തിലൂടെ ഇക്വാലിറ്റിയിലെത്താം എന്ന് വിശ്വസിക്കുന്നവരാണ് ലിബറൽ ഫെമിനിസം. എല്ലാത്തിനും കാരണം ആണധികാരവും പാർട്ടിയാർക്കിയുമാണെന്നും അതിന്റെ തകർച്ചയിലൂടെ മാത്രമേ ഇക്വാലിറ്റി ഉണ്ടാകൂ എന്നും വാദിക്കുന്നവരാണ് റാഡിക്കൽ ഫെമിനിസം. സ്ത്രീകൾക്ക് എക്കണോമിക്കൽ ഫ്രീഡം ഇല്ലാത്തതാണ് ഇക്വാലിറ്റിയിൽ എത്താത്തതിന് കാരണം. സ്ത്രീകൾ സാമ്പത്തിക സ്വാതന്ത്ര്യം നേടുന്നതിലൂടെ ഇക്വാലിറ്റി പുനഃസ്ഥാപിക്കാം എന്ന് വിശ്വസിക്കുന്നവരാണ് സോഷ്യലിസ്റ്റ് അല്ലെങ്കിൽ മാർക്സിസ്റ്റ് ഫെമിനിസ്റ്റുകൾ. ഇനിയും ഒരുപാട് ഫെമിനിസ്റ്റ് തിയറികളുണ്ട്. പ്രധാനപ്പെട്ടവ ഇവ മാത്രമാണ്. ഇതിൽ റാഡിക്കൽ ഫെമിനിസമാണ് പൊതുവെ വിമർശിക്കപ്പെടാറുള്ളത്. പുരുഷന്മാരും പാർട്ടിയാർക്കിയുടെ ഇരകളാണെന്നുള്ള ഫാക്ട് അവർ മനഃപൂർവ്വം മറന്നുകളയുന്നു എന്നതാണ് അവർക്കെതിരെയുള്ള വിമർശനം. ഫെമിനിച്ചി ഫാത്തിമ മുന്നോട്ട് വെക്കുന്ന ഫെമിനിസം സോഷ്യലിസ്റ്റ് ഫെമിനിസമാണ്. സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലൂടെയാണ് സ്ത്രീകൾ ഇക്വാലിറ്റി നേടേണ്ടത് എന്നാണ് സിനിമ പ്രേക്ഷകരോട് പറയുന്നത്. ഒരു കുറി ഉണ്ടാക്കിയെടുക്കുക എന്ന ചെറിയ കാര്യത്തിലൂടെയാണ് സിനിമ വലിയ രാഷ്ട്രീയം പറയുന്നത്. അതുതന്നെയാണ് ഈ സിനിമയുടെ പ്രത്യേകതയും. സിനിമയിൽ ഒരവസരത്തിൽ കുമാർ സുനിലിന്റെ ഉസ്താദ് കഥാപാത്രം പറയുന്നുണ്ട് ഫേസ്ബുക്ക് ഇൽമും അഥവാ അറിവും ഇൻസ്റ്റഗ്രാം ദുൽമ് അഥവാ തെറ്റുമാണെന്ന്. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു സംഭാഷണമാണത്. സരസമായി കുമാർ സുനിൽ ഇത് അവതരിപ്പിക്കുന്നുമുണ്ട്. പക്ഷേ പാർട്ടിയാർക്കി ഏജൻസികളുടെ ഏകപക്ഷീയമായ കാപട്യങ്ങളെയാണ് ഈ സംഭാഷണം തുറന്നു കാട്ടുന്നത്. ഇങ്ങനെ സരസമായ നിരവധി കാര്യങ്ങളിലൂടെ കനമുള്ള ഒരുപാട് രാഷ്ട്രീയം പറയാനാണ് ഫാസിൽ മുഹമ്മദ് ശ്രമിച്ചിട്ടുള്ളത്. അതിൽ അദ്ദേഹം 100% വിജയിച്ചിട്ടുമുണ്ട്. സിനിമയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രംഗം കുമാർ സുനിലിന്റെ അഷ്റഫ് എന്ന കഥാപാത്രം അടുക്കളയിൽ പ്രവേശിക്കുന്ന സീനാണ്. ഭാര്യ ഫാത്തിമ വീട്ടിൽ ഇല്ലാത്തതു കാരണമാണ് ഒരു പക്ഷേ ആദ്യമായി അയാൾ
അയാൾ അടുക്കളയിലേക്ക് കയറുന്നത്. അവിടെ വെച്ച് അയാൾ കുക്കർ തുറക്കാനും അടക്കാനും പ്രയാസപ്പെടുന്നുണ്ട്. അയാളുടെ ജീവിതത്തിൽ അന്നുവരെ അയാൾ ഒരു കുക്കർ തുറക്കുകയോ അടക്കുകയോ ചെയ്തിട്ടില്ലെന്ന് വ്യക്തമാണ്. പുരുഷാധിപത്യ സമൂഹത്തിലെ ഒരു പുരുഷൻ എങ്ങനെയായിരിക്കുമെന്ന് ചുരുങ്ങിയ ഷോട്ടുകൾ കൊണ്ട് ഫാസിൽ കൃത്യമായി അടയാളപ്പെടുത്തുന്നുണ്ട്. നമ്മൾ അഷ്റഫിനെ പോലെ അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെയോ അൺലേൺ ചെയ്യുകയും ലേൺ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് അതിനർത്ഥം. ഫെമിനിച്ചി ഫാത്തിമ എന്ന സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകതയും അതുതന്നെയാണ്. ലളിതമായവ ചേർത്തുവെച്ച് ആഴം കൂട്ടുന്ന ഒരു മാജിക് ഈ സിനിമയിലുണ്ട്. കുറ്റിയടിക്കുന്ന സീനിൽ വരുന്ന പർദ്ദയിട്ട സ്ത്രീ ആർക്കിടെക്ട്, അവരെക്കുറിച്ച് ഉസ്താദിന്റെ കഥാപാത്രം പറയുന്നത് പലപ്പോഴും സ്ത്രീയായ അമ്മായിയമ്മ തന്നെ പാർട്ടിയാർക്കിയുടെ ചട്ടുകമാകുന്നത്. അങ്ങനെ നിരവധി കാര്യങ്ങൾ സിനിമ സരസമായും ലളിതമായും പറഞ്ഞു പോകുന്നുണ്ട്. എന്നാൽ അതെല്ലാം തന്നെ ഗൗരവമേറിയ കാര്യങ്ങളോ രാഷ്ട്രീയമോ ആണ്. ഒരർത്ഥത്തിൽ ഇങ്ങനെയുള്ള സിനിമകളാണ് ആളുകളെ കൂടുതൽ സ്വാധീനിക്കുകയും തിരുത്തുകയും ചെയ്യുക. ക്രിട്ടിക്കലായി കാര്യങ്ങളെ പറയുമ്പോൾ റെസിസ്റ്റൻസ് ആണ് ആദ്യ പ്രതികരണമായി പുറത്തുവരിക. സരസമായി കാര്യങ്ങളെ അവതരിപ്പിക്കുമ്പോൾ ആസ്വദിക്കുന്നതിനോടൊപ്പം അത് ഉൾക്കൊള്ളുകയും അവനവനോട് തന്നെ കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്യും. അങ്ങനെ സമൂഹത്തിൽ മാറ്റം വരികയും ചെയ്യും. ഫാത്തിമയായി അഭിനയിച്ച ഷംല ഹംസയുടെ പ്രകടനം എടുത്തു പറയേണ്ടതാണ്. ആ ക്യാരക്ടർ ആർക്കും വളരെ മനോഹരമാണ്. ക്യാരക്ടർ അനുഭവിക്കുന്ന വേദന, നിസ്സഹായത തുടങ്ങിയവയെല്ലാം മൈന്യൂട്ട് എക്സ്പ്രഷനിലൂടെ മികച്ചതാക്കുന്നുണ്ട് ഷംല. കട്ടിലിൽ പാവിലിച്ച് കിടക്കുമ്പോൾ ക്യാരക്ടർ അനുഭവിക്കുന്ന വേദനയും ഇടങ്ങേറുമെല്ലാം വളരെ അനായാസം നാച്ചുറലായി ഷംന പെർഫോം ചെയ്യുന്നുണ്ട്. അഷ്റഫായി എത്തുന്ന കുമാർ സുനിലും സിനിമയിലുടനീളം മികച്ച അഭിനയമാണ്. വില്ലനാണെങ്കിലും അയാളും മതത്താലും സമൂഹത്താലും കണ്ടീഷൻ ചെയ്യപ്പെട്ടതാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ആ ക്യാരക്ടറിനെ ഫാസിൽ മുഹമ്മദ് വികസിപ്പിച്ചിട്ടുള്ളത്. ആ ഒരു അവസ്ഥ കൃത്യമായി സ്ക്രീനിലെത്തിക്കാൻ കുമാർ സുനിലിന് കഴിഞ്ഞിട്ടുണ്ട്. സരസമായ പല ഭാവത്തിലൂടെയും പ്രേക്ഷകരെ ട്രിഗർ ചെയ്യാനും അതുവഴി ചിന്തിപ്പിക്കാനും ഇയാളെപ്പോലെയാണോ ഞാൻ എന്ന് ചിന്തിപ്പിക്കാനും കുമാറിന്റെ അഷ്റഫ് എന്ന കഥാപാത്രത്തിനായി. എഴുത്തിനൊപ്പം പ്രകടനവും മികച്ചതായതുകൊണ്ടാണത്. അമ്മായിയമ്മയായി വന്ന ആർട്ടിസ്റ്റ്, സുഹറയായി വന്ന ആർട്ടിസ്റ്റ്, കുട്ടികൾ എല്ലാവരും മികച്ച അഭിനയമാണ് കാഴ്ചവെച്ചത്. തീർച്ചയായും കാണേണ്ട അനുഭവിക്കേണ്ട സിനിമയാണ് ഫെമിനിച്ചി ഫാത്തിമ. ശാസ്ത്രപ്രചാരകൻ വൈശാഖൻ തമ്പി ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, നമ്മളെല്ലാം വലതുപക്ഷ ചിന്താഗതിയോടെയാണ് വളർന്നു വരുന്നത്. വിദ്യാഭ്യാസത്തിലൂടെ മനഃപൂർവ്വം പരിശ്രമിച്ചാൽ മാത്രമേ നമുക്ക് ഇടതുപക്ഷത്തേക്ക് വരാൻ കഴിയുകയുള്ളൂ. അതുപോലെ തന്നെയാണ് പാർട്ടിയാർക്കിയിൽ നിന്ന് ഇക്വാലിറ്റിയിലേക്ക് വരുന്നതും. പഠിച്ചത് പലതും ഓൺലൈൻ ചെയ്താൽ മാത്രമേ അതിന് സാധ്യമാകൂ. ഫെമിനിച്ചി ഫാത്തിമ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും കാണുക. വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. എന്താണ് ഈ വീഡിയോയെക്കുറിച്ചും ഫെമിനിച്ചി ഫാത്തിമ എന്ന സിനിമയെക്കുറിച്ചും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പങ്കുവെക്കുക. ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറ്റു വീഡിയോസും കണ്ടു നോക്കുക. സിനിമയുടെ അനാലിസിസ്, ഐഡിയോളജിയൊക്കെയാണ് ഈ സിനിമയിൽ അധികം ചർച്ച ചെയ്യാറുള്ളത്. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.